കടലപ്പരിപ്പാണോ? നല്ല ശരീരത്തിലിട്ട് വയറ്റണം. നെയ്യ്, ജാതിക്ക, ഏലക്ക. ഹായ് ഓൾ, ഈ സദ്യയിലെ തെക്ക് കിഴക്കേ അറ്റത്ത് ഒരു സാധനം ശ്രദ്ധിച്ചോ? കണ്ടില്ലെങ്കിൽ ദേ ഞാൻ ഈ വെക്കുന്ന സാധനം അറിയാവോ ഇതെന്താന്ന്? യെസ്, ട്രിവാൻഡ്രംകാരുടെ സ്വന്തം ബോളി. മലബാർ സദ്യയിലും വള്ളുവനാട് സദ്യയിലും ഓണാട്ടുകര സദ്യയിലും പോലും കാണാൻ പറ്റാത്ത ഒരാള്. ആ ആളെ ഈ മലബാറുകാരി ഉണ്ടാക്കി നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടേ. എനിക്ക് ബോളിയോടുള്ള കമ്പം തുടങ്ങുന്നതും ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെയാണ്. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയപ്പോ മുതൽ. ആ കഥയ്ക്ക് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള പ്രേരണ കിട്ടിയതേ കുറച്ചു ദിവസം മുന്നേ ട്രിവാൻഡ്രത്ത് പോയല്ലോ, അപ്പൊ ഒരു ബോളി കഴിച്ചു. അതിനുശേഷം പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടാക്കിയേ പറ്റുന്നുള്ളൊരു സ്റ്റാൻഡിലായിരുന്നു ഞാൻ. നമ്മൾ പിന്നെ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിട്ടല്ലേ പിൻവാങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബോളിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒറ്റയിരുപ്പിനുണ്ടാക്കി. ഓണം സദ്യക്ക് സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ബോളി വിളമ്പിയതിനു ശേഷമാണ് ഞാനൊന്ന് അടങ്ങിയത്. അപ്പൊ എങ്ങനെയാ, വീഡിയോയിലോട്ട് പോവല്ലേ? ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ കാണാട്ടോ. മഹാബോളിയിലേക്ക് ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് മഹാബോളിയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പാലട പായസവും ബോളിയും നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ചൂട് ബോളിയാണ്. ഫുൾ ഗീയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ നമ്മൾ പാലട പായസമാണ് 500 ml ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ മഹാബോളിന്ന് ബോളിയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വരുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ വെച്ചൊരു ചേച്ചി ബോളി ഉണ്ടാക്കുന്നത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ബോളി ഉണ്ടാക്കിയത്. ഒരു 5 കിലോ പരിപ്പാണെങ്കിൽ 6 കിലോ പഞ്ചസാര. നല്ല പരിപ്പ് നല്ല മുക്കാൽ പരുവത്തിൽ വേവിച്ചിട്ട് പിന്നെ എടുത്ത് നല്ല അതിനെ ഊറ്റിയിട്ട് ശരീരത്തിൽ കടലപ്പരിപ്പാണോ? നല്ല ശരീരത്തിലിട്ട് വയറ്റണം. നെയ്യ്, ജാതിക്ക, ഏലക്ക ഒക്കെ ഇട്ട് നല്ല വയറ്റിയിട്ട് എന്നിട്ട് ഗ്രൈൻഡറിലിട്ട് നല്ല അരക്കും. ഇതുപോലെ ഊറ്റി മൈദയിൽ വെച്ച് തേച്ച്. എല്ലാവരും പറയും കോഴിക്കോട് പിന്നെ അങ്ങോട്ടുള്ളവർക്കൊന്നും പോകും. എല്ലാവരും വന്ന് ഫോട്ടോ. ഇപ്പൊ ഓണം വരെയല്ലേ, ഓണത്തിന് ഇതിങ്ങനെ കൊണ്ടുപോവാ ആളുകൾ പാർസൽ വാങ്ങിച്ചിട്ട് കൊണ്ടുപോവാ ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ പായസം ഇവിടെ കിട്ടും. പായസം കുറച്ചേ വയ്ക്കുള്ളൂ ഇവിടെ. അത് പെട്ടെന്ന് തീർന്നു. അപ്പൊ ഇല്ലെങ്കിൽ അവര് വീട്ടിൽ നിന്ന് പായസം വാങ്ങിച്ചു. അങ്ങനെ ട്രിവാൻഡ്രത്തെ ബേക്കറിയിൽ അക്ക പറഞ്ഞതൊക്കെ മനസ്സാ ആവാഹിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചതെങ്കിലും എനിക്ക് ഈ മെമ്മറി ലോസ് ഉള്ളതുകൊണ്ട് അതൊന്നും ഓർമ്മ കിട്ടിയില്ല. ഭാഗ്യത്തിനാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ബോളി ഉണ്ടാക്കണം എന്നുള്ള അതിയായ ആഗ്രഹം വന്നപ്പോൾ ഇതൊന്ന് ജസ്റ്റ് റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. മാത്രമല്ല ആ അക്കേനെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റി. അതൊരു സന്തോഷമല്ലേ. ആ ബേക്കറി പോയപ്പം ജസ്റ്റ് വീഡിയോ എടുത്ത് റെസിപ്പി ചോദിച്ച് വന്നതല്ല കേട്ടോ. അവിടുന്ന് കുറച്ചധികം ബോളീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പായസം മാത്രം വീട്ടിലുണ്ടാക്കി അവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ കേട് വന്നു പോകും. 2 days നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ബോളീസ് ഒക്കെ റെഡിയായി ഷെൽഫിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടിലുണ്ടാക്കിയ റെസിപ്പീന്റെ വീഡിയോ കാണണ്ടേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പെട്ടെന്ന് ഈ വീഡിയോയിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഞെട്ടിപ്പോയോ? 2 countries പറയുന്ന പോലെ. ഇഷ്ടായോ? അതിൽ ചോദിക്കുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. കുറച്ച് ഓവറായി പോയെന്ന് എനിക്കറിയാം. എന്നാലും ആദ്യത്തെ ഓണം വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇത്ര ഓവറാക്കിയത്. ഇനി സംസാരിച്ച സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. ബോളി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഫസ്റ്റ് കടലപ്പരിപ്പ് കയ്യിലിരിപ്പില്ലെങ്കിൽ പകരം വേറെ പരിപ്പൊന്നും ഉപയോഗിക്കരുതേ. സാധാരണ എല്ലാ വീഡിയോസിലും അതർ ഓപ്ഷൻ ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ ഇവിടെ കടലപ്പരിപ്പ് തന്നെ വേണം. പിന്നെ മസ്റ്റായിട്ട് വേണ്ടത് മൈദയാണ്. മൈദയിലിട്ട് കുഴയ്ക്കാനായിട്ട് മഞ്ഞളും ഉപ്പുപൊടിയും. ഇത് രണ്ടും നിങ്ങൾ എടുക്കുന്ന മൈദയുടെ അളവനുസരിച്ചിരിക്കും. പിന്നെ കടലപ്പരിപ്പിലേക്ക് ആവശ്യമായ പഞ്ചസാര. നേരത്തെ ആ ചേച്ചി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? 2 കിലോ കടലപ്പരിപ്പിന് 6 കിലോ പഞ്ചസാര. ആ ഒരു റേഷ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര അളവ് വേണമെങ്കിലും ചെയ്യാം. പിന്നെ വേണ്ടത് മൈദയിലേക്ക് നല്ലെണ്ണ, പിന്നെ സ്പൈസസ് ആയ ഏലക്കയും ജാതിക്കയും. ഇത് രണ്ടും പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്.
അറ്റ് ലാസ്റ്റ് നെയ്യും കൂടെ വെച്ചിട്ട് സാധനങ്ങൾ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇനി ബോളി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ, ഈ ഒരു അളവാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും എടുക്കാം. ഞാൻ പറഞ്ഞ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. മൈദ മാവിലേക്ക് കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളെ അളവനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഴയ്ക്കാൻ തുടങ്ങാം. വെള്ളം ആവശ്യാനുസരണം എടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയാണ് കുഴയ്ക്കേണ്ടത്. മൈദ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൽ നല്ലെണ്ണ ചേർത്തിട്ട് വെക്കാൻ വേണ്ടി പറയുന്നത്. അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുള്ള ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നല്ലെണ്ണയും കൂടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1 അവർ മിനിമം ഒന്ന് വെക്കണം. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിനകത്ത് വെക്കണ്ട. പുറത്തിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടണം. നെക്സ്റ്റ് നമുക്ക് കടലപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് വേണം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കടലപ്പരിപ്പ് കുക്കറിലിട്ട് 2 വിസിൽ വരുത്തിക്കണം. വെന്ത് വന്ന കടലപ്പരിപ്പിലേക്ക് ജാതിക്കയും ഏലക്കയും പൊടിച്ചതും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത മാവ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനി മൈദയുടെ മാവും കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതൊരു 1 അവർ വെച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഒഴിച്ച് നല്ലെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് സൈഡിൽ വെക്കാവേ. കുഴയ്ക്കാനും പരത്താനും ഒക്കെ ഇത് കുറച്ച് ആവശ്യമുണ്ട്. ഒരിത്തിരി മൈദ എടുത്തിട്ട് ചെറിയൊരു ഉണ്ടയാക്കി കയ്യിലെടുക്കാം. നേരത്തെ എടുത്ത് വെച്ച മൈദ ഒന്ന് കയ്യിലാക്കിയിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. കൈ തന്നെ വെച്ചിട്ട് ഒരു ചെറിയ കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് വേണം കടലമാവ് ഫില്ല് ചെയ്യാനായിട്ട്. ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് 4 സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് എക്സ്ട്രാ മൈദാമാവ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ഈ ഒരു ഉണ്ട അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന പലകയിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ റോള് യൂസ് ചെയ്തിട്ട് പരത്താനായിട്ട്. അങ്ങനെ ഉള്ളിൽ നിറച്ചും കടലപ്പരിപ്പിൻ്റെ ഒരു മിക്സറും പുറത്ത് മൈദയുടെ ഒരു കോട്ടിങ്ങും വരുന്ന ഒരു ബോളി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചുട്ടെടുത്താൽ മതി, അത്രയേ ഉള്ളൂ പരിപാടി. ഒരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ഗീ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഗീ മസ്റ്റാണ്. അങ്ങനെ 2 ഭാഗവും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് കഴിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ കൂടെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം എടുക്കാം കേട്ടോ. ഞാനിവിടെ ബീട്രൂട്ട് സേമിയ പായസമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നത് ട്രിവാൻഡ്രംകാരോടല്ല കേട്ടോ, മലബാറിലെ ആളുകളോടാണ് പറയുന്നത്. ഈ സദ്യയുടെ ഏറ്റവും അവസാനം വിളമ്പുന്ന ഒരു കാര്യമാണ് ബോളി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സദ്യയുടെ കൂടെ വെച്ചെന്നേ ഉള്ളൂ. ഇലയിൽ വിളമ്പിയ ചോറെല്ലാം വടിച്ച് കഴിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വിളമ്പുന്ന ഒരു ഐറ്റം കേട്ടോ ബോളി എന്ന് പറയുന്നത്. ഇത് എൻ്റെ നാട്ടിൽ പുതിയൊരു വിഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ബീട്രൂട്ട് സേമിയ പായസമാണ് ഞാനിപ്പോൾ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം എടുക്കാം കേട്ടോ. ബോളിയുടെ ഒപ്പം അടപ്രഥമനാണ് ഏറ്റവും അടിപൊളി. പക്ഷെ ഞാനത് പഴവും പപ്പടവും കൂട്ടി ആദ്യമേ കഴിച്ചു. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.